ഹലോ മച്ചന്മാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പിറകിൽ കാണുന്നുണ്ട് കോളം, അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ്. ആ ടാങ്ക് ക്ലീൻ ചെയ്തത് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടോ. അതിന് ശേഷം നമുക്ക് അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ഏകദേശം കുറച്ചൊക്കെ പായലൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം. അങ്ങനെ ടാങ്കിൻ്റെ പായലൊക്കെ മാറ്റി നമ്മൾ വെള്ളത്തിൻ്റെ കളർ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു കേട്ടോ വെള്ളം. ഇതിപ്പോൾ ആയിട്ട് അഴുക്കൊക്കെ കറങ്ങി പോയതാണ്. ഇനി അടുത്തായിട്ട് വെള്ളം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ടാങ്കിൻ്റെ എല്ലാ സൈഡും ഇങ്ങനെ കറക്റ്റ് ചുഴറ്റി കൊടുത്തതിനാൽ ഇതിലുള്ള ആൾക്കൊക്കെ ഈ സെൻറ്റർ പോയിന്റ് ഇത് വരും. ഇനി നമുക്കൊരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ ഇതിൻ്റെ അഴുക്ക് കറക്റ്റ് എല്ലാം സെൻട്രലിലേക്ക് തന്നെ എത്തും. അപ്പോൾ നമുക്ക് ട്യൂബ് ഇട്ട് വലിച്ചെടുക്കാം. ഇതിനുള്ള ഓസ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഈ ഓസ് വെച്ചിട്ട് നമ്മൾ വലിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം സൈസുള്ള ഓസ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ കാലമായ കാരണം ഒരുപാട് അഴുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഓസ് ഉണ്ടെങ്കിൽ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മളവിടെ ടാങ്കൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ നമുക്ക് എന്താ കുതിരൻ്റെ അടുത്തോ ആദ്യം മോൾക്ക് കുതിരനെ കാണിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ കുതിരനെ ഒന്ന് കാണാൻ പോകട്ടാ അല്ലേ? എന്താ പറയുക, നമ്മൾ കുതിരനെ കാണാൻ പോവാ. ഒന്ന് കവർ ചെയ്ത് കൊടുത്തേ. ഹലോ ഗൈസ്, എങ്ങനെ പറയാ? എന്ത് കുതിര എന്താ പറയാ? ടാറ്റ പറയാ. എല്ലാവർക്കും ഒരു അബ്ബ കൊടുത്തേ. നമുക്ക് പോവല്ലേ? ഇവിടെ കേട്ടോ കുതിര കെട്ടില്. അതാ ഷെഡ്. ഇവിടെ അർജൻറ്റീനൻ്റെ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് പോവാം. ഇവിടെ അഴയിൽ ഉണക്കാൻ കിട്ടുന്നുണ്ട്, ഡ്രസ്സൊക്കെ ഉണക്കാൻ കിട്ടുന്നുണ്ട്. എന്നിട്ടാ നമ്മുടെ കുതിര എന്നിട്ടാ ആദ്യമാ എവിടെ നമ്മളെ കുതിര? കുതിര കണ്ടില്ലേ? കുതിര എന്തെന്ന് എന്നിട്ടോ കുതിര കുതിര കാണിച്ചു കൊടുത്ത. എന്താ കുതിരന്റെ പേര്? എവിടെ കുതിര? എവിടെ കാണിച്ചു കൊടുത്ത? അതാ കുതിര ട്ടാ. ഉപ്പച്ചി മുട്ടായി മേടിക്കാൻ പോവാ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ തന്നെ പോവാം. പോവല്ലേ? എന്താ പറയാ? ഹലോ ഗൈസ്. മാമ കാട്ടുற പോലെയൊക്കെ കാട്ടുണ്ടല്ലോ. കുതിര എങ്ങനെ വിളിക്കാ ആദ്യം മോളെ? വീട്ടിക്ക് പോവാന്നാ? അല്ലുമ്പോ എന്താണ് പാപ്പൂന്നതാ? അല്ലുമ്പോ പാപ്പൂന്നൊക്കെ അവിടെ ഒട്ടി പിടിച്ചിരിക്കണ്ടല്ലോ. എന്തായാലും നമുക്കിനി
ടാങ്ക് ക്ലീനിങ് വീഡിയോ തന്നെ പോവാം. ഈ അഴുക്ക് വലിക്കാൻ ഉപയോഗിച്ചുള്ള ഓസിൻ്റെ സൈസ് 1 ഇഞ്ചാണ്. നമ്മൾ വായ കൊണ്ട് തന്നെ മറുഭാഗത്തു നിന്ന് വലിച്ചെടുക്കണം, എന്നാലേ വെള്ളം ഇറങ്ങുള്ളൂ. പിന്നെ എൻ്റെ ടാങ്ക് ഉണ്ടാക്കിയുള്ളത് നിലത്തിനേക്കാളൊരു കുറച്ച് ഉയരത്തിലാണ് ടാങ്കിൻ്റെ അടിഭാഗമുള്ളത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വെള്ളം വലിച്ച പാട് പെട്ടെന്ന് പോരും ചെയ്യുന്നുണ്ട്. നല്ല ഒഴുക്കും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ടാങ്ക് കുറച്ച് ഉയരത്തിലാണ് ഇരിക്കുന്നത്. കിണറിനോട് ചേർന്നിട്ടാണ് ഉണ്ടാക്കിയുള്ളത്. പിന്നെ ടാങ്കിൻ്റെ സെൻറ്റർ ഭാഗത്താവും ഏറ്റവും കൂടുതൽ അഴുക്കുണ്ടാവുക. സൈഡിലും ഉണ്ടാവും, സൈഡിൽ പക്ഷേ വളരെ കുറച്ച് അഴുക്കേ ഉണ്ടാവുള്ളൂ. അതൊക്കെ കൂടി നമ്മൾ വലിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെള്ളം ഫുള്ള് റൊട്ടേറ്റ് ചെയ്യും കൈ കൊണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ കൂടുതൽ അഴുക്കും അത് വലിയ വലിയ അഴുക്കും എല്ലാം സെൻറ്ററിലാവും കൂടുതലായി വന്ന് അടിഞ്ഞിരിക്കുക. അത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ സൗകര്യമായിരിക്കും. ഈ കലങ്ങിയ വെള്ളം തെളിയാൻ വേണ്ടി കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടോ. എന്നിട്ട് അവസാനം വന്ന അഴുക്കും കൂടിയും വലിച്ചു കളഞ്ഞു. അങ്ങനെ നമ്മുടെ ടാങ്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൽ. ഇപ്പം ഞാനത് ടാങ്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് 2-3 പായൽ മാത്രമേ ഇതിലിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഞാൻ ആ ഫ്ലോട്ടിങ് ടൈപ്പ് തന്നെ, ഇതിൻ്റെ പേരെന്തുണ്ട്, ആ സാധനം ഇട്ടുണ്ട്. അതിൻ്റെ പേരൊക്കെ അറിയില്ല, മറന്നുപോയിന്. പിന്നെ നമ്മുടെ കുളവാഴൊക്കെ ഉണ്ട്. പിന്നെ ഇതിലുള്ള ഫുള്ള് പ്ലാറ്റീസാണ്. പ്ലാറ്റി ഉണ്ട്. പിന്നെ ഗോൾഡൻ സ്നെയിൽ ഉണ്ട്. നമ്മളുടെ ഗോൾഡൻ സ്നെയിൽ എഴഞ്ഞു പോകണം കണ്ടോ. നമ്മുടെ പ്ലാറ്റി ഫിഷുകളൊക്കെ ആകെ പേടിച്ചിട്ട് കൊണ്ട് കൂടുന്നുണ്ട്. ഇതാ കോണിൽ ഒരുപാടുണ്ട് കണ്ട. സൂം ചെയ്താൽ കണ്ടോ, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. പ്ലാറ്റിയുടെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഒരു ഏകദേശ കാഴ്ച. ഇനി ഇതിനേക്കാളും കൂടുതൽ സെറ്റാക്കണം. മെഡിസിനും കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്യാണ്ട്. ഇതിൽ മഴവെള്ളം വീണ കാരണം ഇതിൽ ടൈൽ റൂട്ടിങ് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. മെഡിസിൻ യൂസിങ് കൂടി കാണിച്ചിട്ട് നമുക്ക് ഇവിടെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മുടെ ഫിഷ് ടാങ്കിൽ മെഡിസിൻ യൂസ് ചെയ്യാൻ പോട്ടെ. ഈ പാരസൈറ്റുകളൊക്കെ ഡെഡ് ആവാൻ വേണ്ടിയിട്ട് ടൈൽ റൂട്ടിങ്ങിനും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മെഡിസിൻ തന്നെ. അതിന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചാനലിൽ കുറച്ച് മുന്നേ ഈ മെഡിസിനെ പറ്റിയിട്ട്. ഇതിൽ ഓൾറെഡി ഡിസീസ് ഉള്ള കാരണമാണ് ഞാൻ ഈ മെഡിസിൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ കല്ലുപ്പ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് മെഡിസിന് എത്തിച്ചു കൊടുക്കുക. എന്തായാലും നമുക്ക് ഇനി ഈ പ്ലാന്റൊക്കെ എന്തായാലും ഫുള്ളായിട്ടുള്ള വീഡിയോ ഒക്കെ കാണാം. ഇപ്പോൾ ഈ കാണുന്ന പോലെ അത് ഫുള്ളായി നിറയും ഈ പ്ലാന്റുകളൊക്കെ. ഇതിൽ ഞാൻ പുതിയ വെള്ളവും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് ആ പഴയ വെള്ളം തന്നെ അത് അഴുക്ക് വലിക്കുന്നതോടൊപ്പം അതിൻ്റെ അളവ് കുറയും സ്വാഭാവികമായിട്ടും. നമ്മൾ അഴുക്ക് മൊത്തം വലിക്കുകയും ചെയ്ത് പിന്നെ പറയത്തിന് കുറച്ചും കൂടി കുറച്ച് മെഡിസിൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ വെള്ളം ഉണ്ടാകുമ്പോൾ മെഡിസിൻ കൂടുതൽ ഉപയോഗിക്കേണ്ടത്. പിന്നെന്താണ്, എന്തായാലും ഇനി ഇത് കവർ ചെയ്തിടണം കേട്ടോ. കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൊക്ക്, കാക്ക, തവള ഇതൊക്കെ വന്നിട്ട് നമ്മൾ മീനെ പിടിച്ചുകൊണ്ടുപോകും. പിന്നെ ചെമ്പോത്തി നമ്മൾ വിചാരിക്കും മീനൊന്നും പിടിക്കില്ലാണ്, അത് വന്നിട്ട് മീനെ പിടിച്ചുകൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് പക്ഷികളൊക്കെ മീനുകളെ പിടിച്ചുകൊണ്ടാകാൻ സാധ്യത കുറയില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് വെക്കുന്ന ടാങ്കൊക്കെ പരമാവധി കവർ ചെയ്ത് കൊടുക്കുക. ഇനി പ്ലാന്റ് ഇടണമെന്നുള്ള ഗുണം ഞാൻ പറഞ്ഞില്ലേ, ഓക്സിജന്, അമോണിയം കൺട്രോളിങ്. പിന്നെ വെള്ളം അധികം ആൽഗ കിട്ടില്ല. നല്ല ഫ്ലോട്ടിങ് പ്ലാന്റുകളൊക്കെ ഇടുമ്പോൾ വാട്ടറിൻ്റെ മുകളിൽ വന്ന് കവർ ചെയ്ത് നിൽക്കുമ്പോൾ വെള്ളത്തേക്ക് ഡയറക്റ്റ് വെയിലടിക്കാത്തതുകൊണ്ട് തന്നെ ആൽഗയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. ഇപ്പോൾ ഈ ടാങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണത്തില്ല, ആൽഗയും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ക്രിസ്റ്റൽ ക്ലിയറാണ് വെള്ളം. അതിൻ്റെ അടിഭാഗം നമുക്ക് കറക്റ്റായി കാണാം. നേരത്തെ അഴുക്കുണ്ടായത് കൊണ്ട് മാത്രമായിരുന്നു ആ ഒരു കലക്കം കണ്ടിരുന്നത്. അത് ഞാൻ ഫുള്ള് വലിച്ചെടുത്തു. കുറച്ച് നേരം ഈ അഴുക്കൊക്കെ അടിയിലേക്ക് താവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അതൊക്കെ വലിച്ചു കളഞ്ഞു. അപ്പോൾ വെള്ളം ഫുള്ളായിട്ട് ക്ലിയർ ആവുകയും ചെയ്തു.
ഞാൻ ടാങ്ക് കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുള്ള നെറ്റ് മീറ്റർ 110 ആ റേഞ്ച് വരുന്ന പ്ലാസ്റ്റിക് നെറ്റാണ്. അല്ലാതെ ഉള്ളിൽ കമ്പിയും കാര്യങ്ങളൊന്നും വരുന്ന നെറ്റല്ല, പ്യുവർ പ്ലാസ്റ്റിക് ആണത്. പിന്നെ നെറ്റ് ടാങ്കിലേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി സപ്പോർട്ടിങ്ങിന് 2 കമ്പി കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് വെള്ളത്തിലേക്ക് നേരെ താഴ്ന്നു പോകും. പിന്നെ സൈഡിൽ 4 ഇഷ്ടിക കഷ്ണമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, തവളയും കാര്യങ്ങളൊന്നും ഉള്ളിൽ കൂടെ കയറാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടാണെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഷെഡിൻ്റെ വീഡിയോ വരാനുണ്ട്. നമ്മുടെ ഷെഡ് എത്ര രൂപ ചിലവായി, എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചുള്ളത്, അതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ ബൈ.